ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ലോഗാണ്. അപ്പം ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ ഈവനിങ് വീക്ക് ഡേ മോർണിംഗ് റുട്ടീൻ വീഡിയോ ഇടത്തില്ലേ. അപ്പം ഞാനെപ്പോഴും പറയുന്നുണ്ട്, ഞാൻ തലേദിവസം രാത്രി തന്നെ കുറേ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എല്ലാം വയ്ക്കും. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ആക്കി വെക്കാൻ പറ്റുമെന്ന്. അപ്പം അങ്ങനെ ഒരു വ്ലോഗാണ് ഇന്നത്തെ വ്ലോഗ്. അപ്പം അങ്ങനെ ഒരു വ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഞാൻ ആ ഒരു പ്രിപ്പറേഷനൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു വ്ലോഗാണ്. അപ്പം നമുക്ക് ഡിന്നറും ഉണ്ടാക്കണം, പിന്നെന്താണ് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് റെഡിയാക്കണം. അപ്പം ഡിന്നറിന് ഞങ്ങൾ സ്ഥിരം വീക്ക് ഡേയ്സിൽ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ദോശ കാര്യങ്ങളായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രിയിൽ അങ്ങ് സാമ്പാർ ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ രാത്രി സാമ്പാർ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. മറ്റേ ഞാൻ സ്ഥിരം രാവിലെ ആയിരിക്കും എല്ലാം അരിഞ്ഞു വെക്കത്തേ ഉള്ളൂ, രാവിലെ ആയിരിക്കും സാമ്പാർ ഉണ്ടാക്കുന്നത്. ഇപ്പം എന്താണെന്നറിയത്തില്ല, കുറച്ച് നാളായിട്ട് ഞാൻ സ്ഥിരം ഇപ്പം രാത്രി സാമ്പാർ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, രാവിലത്തെ കാര്യം ഭയങ്കര എളുപ്പമാണ്. സാമ്പാർ ചൂടാക്കി എടുത്താൽ മതി ദോശയുടെ കൂടെ, പിന്നെ വൈകിട്ട് എടുത്താലും മതി. നമ്മൾ വൃത്തിയായിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ, എടുത്ത് അപ്പം തന്നെ ഫ്രിഡ്ജിനകത്ത് വെച്ച് ഉപയോഗിക്കാം. അങ്ങനെ ഞാൻ ഒരു ദിവസം സാമ്പാർ അങ്ങനെ ഒരു ദിവസം ഉപയോഗിക്കും. സാമ്പാർ നമുക്ക് എത്രയൊക്കെ കുറച്ച് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അത് 2 ദിവസത്തേക്ക് എന്തായാലും കാണും. അപ്പോൾ രാത്രിയിൽ അങ്ങ് സാമ്പാർ വെച്ച് വെക്കാം. പിന്നെ നാളത്തേക്കുള്ള കുറച്ച് തോരനും പിന്നെ ഒരു കറിയും അങ്ങനെ എന്തെങ്കിലും. ഇപ്പം സാമ്പാർ ഞാൻ ഉച്ചക്കത്തേക്ക് കൊടുത്തു വിടത്തില്ല, കാരണം തലേദിവസം രാത്രിയിൽ ഉണ്ടാക്കിയത് ഞാൻ അങ്ങനെ ഉച്ചക്കത്തേക്ക് കൊടുത്തു വിടത്തില്ല. അതിന് ഞാൻ വേറെ കറി ഉണ്ടാക്കും, ഉച്ചക്കത്തെ ഒഴിക്കാൻ വേണ്ടി വേറെ കറി ഉണ്ടാക്കും. അത് പിന്നെ അല്ലെങ്കിൽ ഞാൻ കുറച്ചെടുത്ത് രാവിലെ ചൂടാക്കി ഞങ്ങൾ കഴിക്കും, പിന്നെ രാത്രിയിലേ കഴിക്കത്തുള്ളൂ. എനിക്ക് ഉച്ചക്കത്തേക്ക് കൊണ്ട് കൊടുത്തു വിടാനൊരു രാത്രി ഇപ്പോൾ ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ കൊടുത്തു വിടാനൊരു ഒരു കേടാവും എന്നൊക്കെ ഉള്ളൊരു പേടി. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥയിൽ ആക്ച്വലി അങ്ങനെ കേടാവത്തില്ല. പുറത്തിരുന്നാലും പ്രത്യേകിച്ച് ഇപ്പം ഈ വിൻ്ററിൽ അങ്ങനെയൊന്നും അങ്ങനെ കേടാവത്തൊന്നുമില്ല, സാമ്പാറൊന്നും അങ്ങനെ ഇതാവത്തില്ല. എന്നാലും എനിക്കൊരു പേടി ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്തു വിടത്തില്ല. അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ വേറെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയാൽ മതി. എന്തെങ്കിലും ഒരു ചെറിയ മോര് കാച്ചിയതോ അങ്ങനെ എന്തെങ്കിലും മതി. നാളെ ഇപ്പം ഞാൻ ഒരു തോരൻ, പിന്നെ മീനിൻ്റെ കാര്യങ്ങളൊക്കെ നാളെ വരത്തുള്ളൂ. മീൻ നാളെ രാവിലെ കിട്ടത്തുള്ളൂ. ഒരു തോരൻ ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെക്കണം. പിന്നെ ഒരു ഒഴിച്ചുകറി, പിന്നെ മീൻ എന്താണോ ചെയ്യുന്നത് മീൻസ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെക്കണം. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം സാമ്പാറിന് ഞാൻ ആക്ച്വലി എൻ്റെ കയ്യിൽ കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ്, തക്കാളി, വെണ്ടയ്ക്ക, ഇത്രയും കാര്യങ്ങളുള്ള. വെണ്ടയ്ക്കയാണ് കുറച്ച് ഏറെ ഉള്ളത്. ഞാൻ ആ വെണ്ടയ്ക്ക അങ്ങ് ചേർക്കാമെന്ന് വിചാരിച്ചു, കാരണം കുറച്ച് ദിവസമായി വെണ്ടയ്ക്ക ഇരിക്കുന്നു, പക്ഷെ വാടിയിട്ടില്ല. ഒരു പഴക്കം വന്നിട്ടുണ്ട്, എന്നാലും വലിയൊരു കുഴപ്പമില്ല. അതും ഒരു മെഴുക്കുവരട്ടിക്ക് അതങ്ങോട്ട് തികയത്തില്ല. ഒരു മെഴുക്കുവരട്ടി വെച്ചാൽ അതൊന്നും കാണത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചങ്ങ് സാമ്പാറിനകത്തിട്ട് നമുക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങളില്ല, കുറച്ച് പച്ചക്കറികളൊക്കെ കൂടിയുള്ള ഒരു സാമ്പാറാണ്. അപ്പം അതങ്ങ് വയ്ക്കാം ആദ്യം. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വാഴക്കൂമ്പ് എടുത്ത് വെച്ചിരിക്കുന്ന നാളത്തേക്കുള്ള തോരന് വേണ്ടിയിട്ട് ഞാൻ അരിയാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, കുറച്ച് വെണ്ടയ്ക്കയാണ് സാമ്പാറിന് വേണ്ടിയിട്ട് കൂടുതലുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് കുമ്പളങ്ങ ഒന്ന് വൃത്തിയാക്കി എല്ലാം ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഞാൻ ആ കുമ്പളങ്ങ മുഴുവനും എടുക്കുന്നുണ്ട്, കാരണം ഞാൻ നാളത്തേക്കുള്ള പിറ്റേ ദിവസത്തേക്കുള്ള പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടും ഇത് മുഴുവനും എടുത്തങ്ങ് അരിഞ്ഞ് വെക്കുകയാണ്. പകുതി ഞാൻ സാമ്പാറിനും എടുക്കും, പകുതി ഞാനങ്ങ് പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് നാളെ രാവിലെ എണീറ്റ് അത് വേവിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെക്കണമല്ലോ. അപ്പോൾ ഇത് അരിഞ്ഞങ്ങ് വെച്ച് കഴിഞ്ഞ് നാളെ രാവിലെ കുറച്ചുകൂടി എളുപ്പമായി. അങ്ങ് കഴുകിയെല്ലാം വൃത്തിയാക്കിയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അങ്ങ് വേവിക്കാൻ വെച്ചു. അപ്പോൾ ഞാനത് ആ പാത്രത്തിനകത്തിട്ട് അടച്ചങ്ങ് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചു. ഇത് സാമ്പാറിനുള്ള നമ്മുടെ സബോളയും, പിന്നെ എൻ്റെ കയ്യിൽ ബേബി പൊട്ടറ്റോ ആണ് ഇരിക്കുന്നത്,
വലിയ പൊട്ടറ്റോ അല്ല. അപ്പം അത് ഞാൻ 1-2 എണ്ണം വെച്ചു. ഒരു 2-3 എണ്ണം ഞാൻ അതും തൊലി കളഞ്ഞ് വെച്ചു. പിന്നെ സാമ്പാറിൻ്റെ പരിപ്പെല്ലാം കഴുകി അതിനകത്തേക്ക് ഈ പൊട്ടറ്റോയും കുമ്പളങ്ങയും സബോളയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് ഞാനതങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കുക്കറിൽ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 വിസിലടിക്കുമ്പോഴത്തേക്കിനും കഷ്ണങ്ങളും പരിപ്പും എല്ലാം അങ്ങ് വെന്ത് കിട്ടും. ഞാനങ്ങനെ സെപ്പറേറ്റ് വേവിച്ച് ചേർക്കാറില്ല. പിന്നെ ഇനി നമുക്ക് കുറച്ച് വാളംപുളി പിഴിഞ്ഞ് പുളി വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി കുറച്ച് ചെറിയൊരു ചൂടുവെള്ളത്തിലിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇനിയും നമ്മുടെ വെണ്ടയ്ക്ക ഞാൻ അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വഴറ്റിയാണ് സാമ്പാറിനകത്ത് ചേർക്കേണ്ടത്, അപ്പോൾ അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ വാഴക്കൂമ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വാഴക്കൂമ്പിൻ്റെ പുറമേ ഉള്ള കട്ടിയുള്ള ഭാഗമെല്ലാം മാറ്റിയിട്ട് ഞാനിതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനകത്തെ ആ ഒരു വെളുത്ത ഒരു കൂഞ്ഞി, നമ്മുടെ പൈനാപ്പിളിൻ്റെ ഒക്കെ അകത്തെ ഉള്ള പോലുള്ള സാധനമില്ലേ, അത് ഞാനങ്ങ് എടുത്ത് കളയും. അതാണ് ഈ കയ്പുണ്ടാക്കുന്നതെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പം അതും കൂടെ ചേർത്ത് അരിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കയ്പ് രസം വരും കൂമ്പ് തോരൻ. അപ്പം ആ നടുക്കലത്തെ ഞാൻ മുകളിൽ നിന്ന് തൊട്ടേ ഞാനതങ്ങ് ഇളക്കി കളയും. അങ്ങ് അടി വരെയുള്ള ആ നടുക്കലത്തെ വെളുത്ത പോർഷൻ ഞാനങ്ങ് ഇതുപോലെ കട്ട് ചെയ്ത് അങ്ങ് ഇളക്കി കളഞ്ഞിട്ട് നമ്മൾ ചോപ്പറിലാണ് ഇത് ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിപ്പം ചോപ്പറിൽ ചോപ്പ് ചെയ്യുമ്പം കുറച്ച് ആ ചോപ്പറൊന്ന് വൃത്തികേടാകും. അതുകൊണ്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചിരിക്കുന്നത്. ഇതും വാഴപ്പിണ്ടിയൊക്കെ ചെയ്യുമ്പം ചോപ്പറിൽ ഇതിൻ്റെ ആ ഒരു കറ പിടിക്കും, അതാണ് ഒരു കുഴപ്പം. അപ്പോൾ അതിനങ്ങ് അറ്റം വരെയുള്ള ആ വെളുത്ത ഭാഗവും നമ്മൾ എടുത്തങ്ങ് കളയും. എന്നിട്ട് ബാക്കിയുള്ള ഇത്രയും ഭാഗമാണ് ചോപ്പറിൽ അങ്ങ് ചോപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീരും. ഈ ഒത്തിരി നേരം ഇങ്ങനെ നിന്നങ്ങ് നമ്മൾ അരിയേണ്ട കാര്യം ഇല്ല. എനിക്കിപ്പോൾ ഇത് എളുപ്പമായിട്ട് തോന്നി ഇങ്ങനെ അരിയുന്നത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. പിന്നെ ചോപ്പർ കുറച്ച് വൃത്തികേടാകും, അതാണ് വേറൊരു പ്രശ്നമുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് ചോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതിപ്പോൾ ഒരു പാത്രത്തിനകത്തേക്കാക്കി. അപ്പോൾ ഇതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചങ്ങ് പുരട്ടി ഞാനങ്ങ് ഫ്രിഡ്ജിനകത്ത് വെക്കും. നാളെ രാവിലെ ഇതെടുത്തങ്ങ് തോരനാക്കി കഴിഞ്ഞാൽ അതും റെഡിയാവും. അപ്പോൾ രാവിലെ ഇത് അരിയാനൊക്കെ ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ ഒത്തിരി നേരത്തെയൊക്കെ നമുക്ക് എണീക്കേണ്ടി വരും ഇതൊക്കെ അരിഞ്ഞ് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മളിപ്പം വാഴക്കൂമ്പ് ആ ഒരു രീതിയിലാണ് ഞാനിപ്പം കുറച്ച് നാളായിട്ട് എളുപ്പത്തിന് അരിഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചോപ്പർ കംപ്ലീറ്റ് കറ പിടിക്കും. ഞാനത് അതിന് വേണ്ടിയിട്ട് മാത്രം വെച്ചിരിക്കുന്നതാണ്. ഞാൻ എൻ്റെ മിക്സിയുടെ ചോപ്പറിൽ ഞാനിത് ചെയ്യത്തില്ല, കാരണം കറ പിടിക്കുന്നതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വാഴക്കൂമ്പും പിണ്ടിയും അരിയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു ചോപ്പറാണ് അത്. പിന്നെ കുറച്ച് സോഡാപ്പൊടിയും വിനാഗിരിയും സോപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് കഴുകി കുറച്ച് നാൾ വെച്ച് നല്ല ഒരു ടൂത്ത് ബ്രഷ് ഇട്ട് നന്നായിട്ട് ആ ബ്ലേഡൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് അത് നന്നായിട്ട് ക്ലീൻ ആകും. എന്നാലും ഞാനിപ്പോൾ ആ ചോപ്പർ വേറൊരു കാര്യത്തിന് ഉപയോഗിക്കത്തില്ല. ഈ വാഴപ്പിണ്ടിയും ഈ വാഴക്കൂമ്പും അരിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചോപ്പർ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. ആ ചോപ്പറിൻ്റെ ഒരു എന്താ പറയുന്ന കറ പിടിച്ച് ഒരു ഡൾ ലുക്കാവും ഈ വാഴക്കൂമ്പ് ഇതിനകത്ത് അരിഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ട്. പക്ഷെ എളുപ്പമാണ്. കുറേ നേരം അതിങ്ങനെ ചെറുതായിട്ട് കുനുകുനാന്നിങ്ങനെ അരഞ്ഞുകൊണ്ട് നിൽക്കേണ്ട. വേഗം നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്ത് അതിനകത്തെ കൂഞ്ഞി, അതാണെന്ന് തോന്നുന്നു അതിന് കയ്പ്പ് തരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ആ കൂഞ്ഞി അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ഇത് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെക്കും. പിന്നെ ഞാൻ ഇതിനൊരു കറയുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഇങ്ങനെ പുരട്ടി വെക്കുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ. എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ വെളിച്ചെണ്ണ പുരട്ടി വെക്കും. ഇത് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണ പുരട്ടി കുറച്ച് നേരം വെച്ചിട്ടാണ് തോരൻ വെക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ പുരട്ടി അങ്ങ് ഫ്രിഡ്ജിനകത്ത് അങ്ങ് വെക്കും. ഇതുപോലെ തോരൻ കൂമ്പൊക്കെ അരിഞ്ഞ് പിറ്റേ ദിവസത്തേക്കുള്ള, അപ്പം നമുക്ക് നാളത്തേക്കുള്ള കാര്യം കുറച്ചുകൂടെ എളുപ്പമാവും അതുകൊണ്ട്. അപ്പം ഇനി നമുക്ക് സാമ്പാറിനുള്ള കഷ്ണമൊക്കെ വെന്തിരിക്കുകയാണ്. സാമ്പാറും വെക്കണം, രാത്രിയിലത്തേക്കുള്ള ദോശ ചുടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി
കുറച്ച് ഞാൻ കുമ്പളങ്ങ കുറച്ച് കുമ്പളങ്ങ ഞാൻ സാമ്പാറിനും എടുത്തു. ഞാൻ പറഞ്ഞത് നാളെ ഉച്ചയ്ക്ക് ഞാൻ സാമ്പാർ എടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ ബാക്കി കുമ്പളങ്ങ അങ്ങ് പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ അതെടുത്ത് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളത്തേക്കുള്ള കുമ്പളങ്ങ പുളിശ്ശേരിക്കുള്ള സംഭവം റെഡിയായി, തോരനുള്ള വാഴക്കൂമ്പും റെഡിയായി. ഇനി നമുക്ക് മീനിന് വേണ്ടിയിട്ടുള്ള മീൻ ഞാൻ കൊഴുവയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം കൊഴുവ വാങ്ങിച്ച് ഞാൻ മിക്കവാറും പറ്റിക്കുക ചെയ്യുന്നത്. അപ്പം അതിനുള്ള കുറച്ച് കുഞ്ഞുള്ളി ഒന്ന് ഒരുക്കി വെക്കണം, അതൊരു കാര്യമുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് കുഞ്ഞുള്ളി ഒരുക്കി വെച്ചാൽ മാത്രം മതി. പിന്നെ തേങ്ങ ഓൾറെഡി കുറച്ച് തിരുമിയത് ഇരിപ്പുണ്ട്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള തേങ്ങ തിരുമിയത് ഇരിപ്പുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് സാമ്പാറും ദോശയും കൂടെ ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ദോശയൊക്കെ ചുട്ട് സാമ്പാറൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ പ്രഷർ കുക്കറിലെല്ലാം വെന്തിരിക്കുകയാണ്. ഞാൻ അപ്പുറത്ത് ദോശക്കല്ലും കൂടെ വെച്ചു. ഇനിയും ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിയെല്ലാം ഇപ്പോൾ കുതിർന്നിട്ടുണ്ടാവും, അപ്പം അത് നല്ലപോലെ ഞെരടിയിട്ട് ഈ പുളിവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇനി അതവിടെ ലോ ഫ്ലെയിമിലിരുന്ന് ഈ പുളിവെള്ളം ചേർത്ത് അതൊന്ന് തിളക്കട്ടെ. ആ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ സാമ്പാറിൻ്റെ ഉള്ള പൊടികളും എല്ലാം മൂപ്പിച്ചൊക്കെ എടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ എണ്ണ ഒഴിച്ച് കടുക് വറുത്തതിന് ശേഷം ഉലുവ ചേർത്തു. പിന്നെ ഒരു ചെറിയ പീസ് കട്ടക്കായം ചേർത്തു. അതൊന്ന് മൂത്തതിന് ശേഷം വെണ്ടയ്ക്ക ചേർത്ത് അതിൻ്റെ ആ ഒരു കിളുകിളിപ്പില്ലേ, ആ ഒരു പശയൊന്ന് മാറിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി ഇത്രയും ചേർത്ത് ഒന്ന് മൂപ്പിക്കുക. ആ പശ മാറിയതിന് ശേഷം വേണം ഇതിട്ട് മൂപ്പിക്കാനായിട്ട്. എന്നിട്ട് തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. പിന്നെ ഈ വഴറ്റിയത് നമുക്ക് ഈ സാമ്പാറിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറൊക്കെ ഏകദേശം റെഡിയായി. പിന്നെ കുറച്ച് നേരം കൂടെ ഒന്ന് തിളയ്ക്കണം. നന്നായിട്ട് തിളയ്ക്കുമ്പോഴാണ് സാമ്പാറിന് ടേസ്റ്റ് കൂടുന്നത്. അപ്പം കുറച്ചുകൂടെ ഞാൻ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം കൂടെ ഒരു ലോ ഫ്ലെയിമിൽ അതിങ്ങനെ തിളച്ച് കിട്ടണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയാകും. ഇനി നമുക്ക് ദോശ ചുടണം. അപ്പം ഞാൻ എൻ്റെ ദോശ ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാനിനി കഴിക്കാൻ പോവാണ്. ഞാൻ എൻ്റെ ദോശ ചുട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഈ സാമ്പാർ വെച്ചപ്പം ഒരു കാര്യം മറന്നുപോയി. കടുക് വറുത്തപ്പം മുളകും കറിവേപ്പിലൊക്കെ ഇടാനങ്ങ് മറന്നുപോയി. ഞാൻ പിന്നാണ് ഓർക്കുന്നത്, അത് ഞാൻ ഇട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് ആ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനങ്ങനെ മല്ലിയില സാമ്പാറിനകത്ത് ചേർക്കാറും ഇല്ല. എനിക്ക് രസത്തിനകത്ത് ചേർക്കുന്ന ഇഷ്ടം, മല്ലിയില എന്തോ എനിക്ക് സാമ്പാറിനകത്ത് ചേർക്കുന്ന അത്ര വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മല്ലിയില ചേർക്കത്തില്ല. അങ്ങനെ ഒരു കുഴപ്പം. ഇപ്പോൾ ഒരു തട്ടിക്കൂട്ട്, ഒരു എളുപ്പം എന്നുള്ള ഒരു സാമ്പാർ, എളുപ്പം എന്ന് പറഞ്ഞാൽ ഉള്ള പച്ചക്കറിയൊക്കെ വെച്ച് ഞാൻ മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെയാണ് സാമ്പാർ വെക്കുന്നത്. അല്ലാതെ വേറെ രീതിയിലൊന്നും അങ്ങനെ ഞാൻ വെക്കാറില്ല. ഈ ഒരു രീതിയിലൊക്കെ തന്നെയാണ് വെക്കുന്നത്. പിന്നെന്താണ് ഒരു കാര്യം, ഇനിയും ഞാൻ കഴിക്കണം. ഞാൻ കഴിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ചെയ്ത് തീർക്കാനുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞല്ലേ, ഉള്ളി ഒരുക്കി വെക്കണം, ഇഞ്ചി കുറച്ച് ഒരുക്കി വെക്കണം. പിന്നെ അപ്പം നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് ഈ കുമ്പളങ്ങ വെച്ച് ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വാഴക്കൂമ്പ് തോരൻ, വാഴക്കൂമ്പിൻ്റെ കൂടെ ഒത്തിരി നാളായി ചെറുപയറും കൂടെ ചേർത്ത് തോരൻ വെച്ചിട്ട്, അപ്പം കുറച്ച് ചെറുപയർ വെള്ളത്തിയിടണം. അത് ഞാൻ വെള്ളത്തിയിട്ടിട്ട് രാവിലെ അങ്ങ് അത് വെന്ത് കിട്ടും. വെള്ളത്തിലിട്ട് കുതിർത്ത് ചട്ടിയിൽ വേവിച്ചെടുച്ചാൽ നല്ല പാകത്തിന്, തോരനൊക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടും. അപ്പം ഞാൻ അത് രാത്രി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കണം. പിന്നെ ഞാൻ കൊഴുവയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് നമ്മുടെ നെത്തോലി, അത് ഞാൻ പീര വറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാന്താരി മുളക് ഇരിപ്പുണ്ട്, അതിട്ട് പീര വറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി കുഞ്ഞുള്ളി ഒന്ന് ഒരുക്കി വെക്കണം, അല്ലെങ്കിൽ കുറേ സമയം പോകും രാവിലെ നാളെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ തോരന്, പുളിശ്ശേരി. കുമ്പളങ്ങ ചിലപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ തേങ്ങ അരയ്ക്കാത്ത പുളിശ്ശേരിയാണ്, തേങ്ങ അരയ്ക്കാത്ത പുളിശ്ശേരി ഞാൻ ഉണ്ടാക്കും. ഈ മീൻസ് കുമ്പളങ്ങ വേവിച്ചിട്ട് ഒന്നുമില്ല, കുമ്പളങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചിട്ട് അതിനകത്തേക്ക് നല്ലപോലെ അടിച്ച് തൈരങ്ങ് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് കടുക് വറക്കാൻ നേരത്തെ കടുക്, മുളക്, ജീരകം, ഉലുവ, വേണമെങ്കിൽ ലേശം ഉലുവാപ്പൊടി,
അതിനകത്ത് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്തങ്ങ് കടുക് വറുത്തൊഴിച്ച് കഴിഞ്ഞാൽ ഒരു തേങ്ങ അരയ്ക്കാത്ത കുമ്പളങ്ങ പുളിശ്ശേരി കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം നാളെ കൂമ്പ് തോരന് വേണ്ടിയിട്ട് കൂമ്പ് തോരനകത്ത് തേങ്ങയുണ്ട്, പീര പറ്റിച്ചതിനകത്ത് തേങ്ങയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒഴിച്ച് കയറി കുമ്പളങ്ങ ചേർത്തപ്പോൾ കഷ്ണവും ആവും, ഒരു കുമ്പളങ്ങ ചേർത്ത് ഒരു മോര് കാച്ചിയതുപോലെ റെഡിയാക്കാവുന്നു. അപ്പം നാളത്തെ മെനു അതൊക്കെയാണ്. വേറൊന്നും ഞാൻ പ്രത്യേകിച്ച് എത്രയൊക്കെ മതി. പിന്നെ സാമ്പാർ ഞാൻ പറഞ്ഞില്ല, രാത്രിയിലും എടുക്കും, നാളെ രാവിലെ എടുക്കും. ഇത് ഇപ്പം രാത്രിയിൽ ഇപ്പം ശ്രീഹരി ദോശയുടെ കൂടെ, ഞാനിപ്പം ദോശയുടെ കൂടെ സാമ്പാറാണ് കൂട്ടുന്നത്. രാവിലെ അപ്പം ദോശയ്ക്ക് വേറൊരു സൈഡ് ഡിഷ് അന്വേഷിക്കേണ്ട കാര്യമില്ല. പിന്നെ ഉച്ചക്കത്തേക്ക് മാത്രമുള്ള ഈ 3 കൂട്ടാൻ മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയിരിക്കുന്ന സാമ്പാറെല്ലാം എടുത്ത് ഞാൻ പാത്രങ്ങളിലേക്ക് മാറ്റി വെച്ചു. അതിനി ഞാനിപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെക്കത്തില്ല, നാളെ രാവിലെ ഫ്രിഡ്ജിനകത്ത് വെക്കത്തുള്ളൂ. അത് ഇവിടുത്തെ കാലാവസ്ഥയിൽ ഇപ്പോൾ രാത്രി ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നല്ല തണുപ്പായിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയുള്ളി, ഇഞ്ചി അതെല്ലാം ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചു. പിന്നെ കുറച്ച് ചെറുപയർ ഞാൻ തോരന് വേണ്ടിയിട്ട്, വാഴക്കൊമ്പിൻ്റെ കൂടെ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അതുള്ളത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. അപ്പം സാമ്പാറൊക്കെ വെച്ച് കഴിയുമ്പം കുറച്ചൊന്ന് അലമ്പാവും. അപ്പോൾ കുറച്ച് എന്തെങ്കിലും കിച്ചൺ ക്ലീനിങ് ഇങ്ങനെയുള്ള ലിക്വിഡ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള നമ്മുടെ ഈ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ക്ലീൻ ചെയ്യുന്ന ലിക്വിഡ് കിട്ടും. അത് അടിച്ചങ്ങ് നന്നായിട്ട് അത് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് തുടച്ചാൽ മതി. പിന്നെ നല്ലപോലെ ആ ടവൽ കഴുകിയിട്ട് വീണ്ടും കുറച്ച് നനവിൽ വീണ്ടും അങ്ങ് തുടച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ടിഷ്യൂവും കൂടെ വെച്ച് തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും കൗണ്ടർ ടോപ്പും എല്ലാം നല്ല ക്ലീൻ ആവും. അതിനോട് ചേർന്നുള്ള ഭിത്തിയും ആ ഒരു രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഞാൻ മിക്സിയും കൂടെ ഒന്ന് ചെറുതായിട്ട് ക്ലീൻ ചെയ്യും. കാരണം നമ്മൾ അന്ന് അല്ലെങ്കിൽ മിക്സിയിൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വീണ് കിടക്കും, ആ മിക്സിയിലും ചിലപ്പോൾ മിക്സിയുടെ വയറിലും എല്ലാം. അപ്പം അതും ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാത്രിയിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻഡ് ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് എൻ്റെ മൈക്ക് ഓഫായിരുന്നു, ഞാൻ മൈക്ക് ഓൺ ചെയ്യാതായിരുന്നു ഈ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക് യു സോ മച്ച്.